ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം സ്വദേശിനിയായ വനവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ പോലീസും വനം വകുപ്പും രണ്ട് തട്ടിൽ. സീതയ്ക്ക് പരിക്കേറ്റെന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ കാട്ടാന ആക്രമണം എന്നത് വിശ്വാസയോഗ്യമല്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം. സംഭവത്തിൽ ദുരൂഹത തുടരുന്നതിനിടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തയ്യാറാകുന്നത്. ഞായറാഴ്ച പോലീസിന്റെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ സീത കൊല്ലപ്പെട്ട വനത്തിനുള്ളിലെ മീൻമുട്ടി എന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സംഭവസ്ഥലത്ത് ആനയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുന്നതിലൂടെ സീതയുടെ മരണത്തിന് കാരണം കാട്ടാന ആക്രമണമാണ് എന്ന് പറയാൻ ആകില്ല എന്നും വനംവകുപ്പും വ്യക്തമാക്കുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് സീതയുടെ മരണം ആക്രമണത്തിലല്ല എന്ന് ഫോറൻസിക് സർജൻ വ്യക്തമാക്കിയത്. അടുത്ത ദിവസം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ പോലീസിന് സമർപ്പിക്കും. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ ഫോറൻസിക് സംഘവും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസം സമർപ്പിക്കുമെന്നാണ് വിവരം. ഇതിനുശേഷമാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാവുക. അതേസമയം സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനുവും. വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ബിനു ഉന്നയിച്ചിരുന്നു. പോലീസും കാട്ടാനാക്രമണത്തിലൂടെയാണ് സീത കൊല്ലപ്പെട്ടത് എന്നതിലേക്ക് എത്തിയാൽ അന്വേഷണത്തിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ജനം, ഇടുക്കി.